രാവിലെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് നമ്മളൊരു കാര്യം കണ്ടത്. ഇന്നലെ മഴയത്ത് കിളിർത്ത അരിക്കൂണാണിത്. നമുക്ക് ഈ അരിക്കൂണ് കൊണ്ട് ഒരു മെഴുക്കുവരട്ട് ഉണ്ടാക്കാമോ? വാ, നമുക്ക് ഈ അരിക്കൂണ് പറിച്ച് നമുക്കൊരു മെഴുക്കുവരട്ട് ഉണ്ടാക്കാം. ഇതേ ഈ തടിയിലും മണ്ണിലുമാണ് ഈ അരിക്കൂണ് വളർന്നിരിക്കുന്നത്. നമുക്കിത് പറിച്ച് കുറച്ച് സവാളയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് മെഴുക്കുവരട്ട് ഉണ്ടാക്കാം. കുറച്ച് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് മതി. ബാക്കി പറിച്ചില്ല, അത് മുഴുവനും മണ്ണായിരിക്കും. അതുകൊണ്ട് ബാക്കി പറിച്ചില്ല. ഇതുകൊണ്ട് നമുക്കൊരു മെഴുക്കുവരട്ട് ഉണ്ടാക്കാം. ഇത് കഴുകാം. നമുക്ക് കഴുകി ഇതിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ കളഞ്ഞ് അരിച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഈ കൂണൊന്ന് വിരകി വയ്ക്കാം. ഞാൻ വിരകി വെച്ച കൂണാണത്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമുക്കിതിലേക്കുള്ള സവാളയും പച്ചമുളകൊക്കെ അരിയാം. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ, കടുക് പൊട്ടുമ്പോഴത്തേക്ക് പച്ചമുളക്, കരിവേപ്പില, സവാള, ചെറിയ ഉള്ളി എടുക്കാം, സവാള എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇളക്കി. കൂടെ വേവാൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് നമുക്ക് ആദ്യം വഴറ്റിയെടുക്കേണ്ടത് സവാളയാണ്. നല്ലോണം ഒന്ന് വേവട്ടെ. നമ്മുടെ സവാള ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കതാ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ സവാള വെന്ത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് നമുക്കിതിലേക്ക് നമ്മുടെ കൂണിട്ട് കൊടുക്കാം. ഇത്തിരി ഇവിടെ ഉപ്പ്. നമ്മുടെ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ വെള്ളം ഒന്ന് വറ്റി നമ്മുടെ കൂണ് നല്ലൊന്ന് വഴണ്ട് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇങ്ങനെ ഇട്ടേക്കാം. ഇവിടെ മെഴുക്കുവരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറിനോടൊപ്പം ഇത് കഴിക്കാം.